കുറേ നാളുകളായി ഇറാനെ ആക്രമിക്കാനുള്ള മുന്നൊരുക്കത്തിലായിരുന്നു ഇസ്രായേൽ. ഗസയിൽ ഹമാസ്, യമനിൽ ഹൂതികളുമായും പോരാട്ടം തുടരുന്നതിനൊപ്പമാണ് ഇറാനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. യുഎസും ഇറാനുമായി ആണവ ചർച്ച നടത്തുന്നതിനിടെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ ട്രംപ് തടഞ്ഞു നിർത്തുകയാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഇറാനെ കീഴ്പ്പെടുത്തുക അത്ര എളുപ്പമല്ല എന്നാണ് വിലയിരുത്തൽ. സൈനിക ശക്തിയിൽ ഇറാൻ മുന്നിലാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സായുധ സേനകളിലൊന്നാണ് ഇറാൻ്റെ സായുധ സേന. 5,80,000 മുഴുവൻ സമയ സൈനികരും ഏകദേശം 2 ലക്ഷത്തോളം പരിശീലനം ലഭിച്ച റിസർവ് ഉദ്യോഗസ്ഥരും ഇറാൻ്റെ സായുധ സേനയുടെ ഭാഗമാണ്. കരസേന, നാവികസേന, അർദ്ധസൈനിക വിഭാഗങ്ങളിലായി 1,69,500 സജീവ സൈനികരാണ് ഇസ്രായേലിനുള്ളത്. 4,67,000 പേർ കൂടി അവരുടെ റിസർവ് സേനയിൽ അംഗങ്ങളാണ്. 8,000 പേർ അർദ്ധസൈനിക വിഭാഗത്തിൽ അംഗങ്ങളാണ്. ഇസ്രായേലിൻ്റെ പ്രതിരോധ ബജറ്റ് $24 ബില്യൺ. എന്നാൽ ഇറാൻ്റേത് $9.95 ബില്യൺ. ഇറാന് 551 യുദ്ധവിമാനങ്ങളുണ്ട്. ഇസ്രായേലിന് 612 യുദ്ധവിമാനങ്ങളാണുള്ളത്. ഇസ്രായേലിൻ്റെ വ്യോമസേനയിൽ F-15, F-16, F-35 പോലുള്ള ഏറ്റവും ആധുനികമായ യുദ്ധവിമാനങ്ങളുണ്ട്. എന്നാൽ ഇറാന് അത്തരം ആധുനിക യുദ്ധവിമാനങ്ങളില്ല. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതാണ്. അയൺ ഡോം, ഡേവിഡ് സ്ട്രിംഗ്, ആരോ, ദി പാട്രിയറ്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം. എന്നാൽ ഇറാൻ്റെ മിസൈൽ ശേഖരം ഏറ്റവും കരുത്തുറ്റതാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധ ശേഖരങ്ങളിലൊന്ന് ഇറാനിലുണ്ട്. അതിൽ ക്രൂസ് മിസൈലുകളും ആൻറ്റിഷിപ്പ് മിസൈലുകളും 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും എല്ലാം ഉൾപ്പെട്ടതാണ് ഇറാൻ്റെ ആയുധശേഖരം. ഇസ്രായേൽ ഉൾപ്പെടെ ഏത് ലക്ഷ്യത്തെയും ആക്രമിക്കാനുള്ള ശേഷിയും ദൂരപരിധിയും ഈ ആയുധങ്ങൾക്കുണ്ട്. ഇസ്രായേലിന് 1370 ടാങ്കുകളുണ്ട്. ഇറാന് 1996 ടാങ്കുകളാണുള്ളത്. ലോകത്തിലെ ഏറ്റവും മികച്ച മെർക്കാവ ടാങ്കുകൾ പോലുള്ള കൂടുതൽ നൂതന ടാങ്കുകൾ ഇസ്രായേലിലുണ്ട്. മികച്ച നാവികസേനയാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളത്. ഇറാൻ്റെ പക്കൽ 101 യുദ്ധക്കപ്പലുകളുള്ളപ്പോൾ ഇസ്രായേൽ സേനയുടെ പക്കലുള്ളത് 61 യുദ്ധക്കപ്പലുകളാണ്. ഇറാന് 19 സബ്മറൈൻ ഷിപ്പുകളുണ്ട്. ഇസ്രായേലിന് 5 എണ്ണമാണുള്ളത്. 80 ആണവായുധങ്ങൾ ഇസ്രായേലിൻ്റെ പക്കലുണ്ടെന്നാണ് കണക്ക്. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണിത്. ഇതിൽ യുദ്ധവിമാനത്തിൽ നിന്ന് നിക്ഷേപിക്കാവുന്ന 30 ആയുധങ്ങളുണ്ട്. ബാക്കി 80 ആയുധങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാവുന്നവയാണ്. എന്നാൽ ഇറാൻ്റെ ആണവശേഷിയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. ഇതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയും. ഒരു കാര്യം വ്യക്തമാണ്, പെട്ടെന്ന് ഇസ്രായേലിന് ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. വർഷങ്ങൾ നീണ്ട ഉപരോധത്തെ അതിജീവിച്ച രാജ്യമാണ് ഇറാൻ. അതിജീവനത്തിൻ്റെ പോരാട്ടം കൂടിയാണ് ഇറാന് ഈ ആക്രമണം.